നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. KPCCക്ക് മുന്നിൽ ഒരാൾ അങ്ങനെ നിൽക്കുകയാണ്. മറ്റാരുമല്ല, യദുവാണ്. KSRTCയിൽ ജോലി പോയ യദുവിന്റെ ഒറ്റ ആവശ്യമെന്ന് പറയുന്നത് ഒരു ദിവസം KSRTC ഓടിക്കണം. അതും മേയറുടെ വാർഡായ മുടവൻമുകളിൽ, മുൻ മേയറുടെ വാർഡായ മുടവൻമുകളിൽ കൂടി തന്നെ ഓടിക്കണം. കാരണം താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും വെറുതെ ക്രൂശിക്കുകയാണ്, അങ്ങനെ ക്രൂശിച്ചു പോവേണ്ട ഒരു ജീവിതമല്ല തൻ്റെത് എന്നും താൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, ഭരണത്തിൽ കയറുമ്പോൾ തന്നെ കൂടി ഒന്ന് ഓർക്കണമേ എന്ന് എല്ലാവരെയും കണ്ട് പറയാൻ കൂടിയാണ് താൻ വന്നതെന്നാണ് യദു പറയുന്നത്. ബാലുശ്ശേരിയിലെ മുൻ MLA ആയിരുന്ന സച്ചിൻ ദേവിനെ തോറ്റു തുന്നം പാറിച്ച ആ സൂരജിനെ കൂടി കണ്ട് ഒരു കൈ കൊടുക്കാൻ കൂടിയാണ് താൻ ഇവിടേക്ക് എത്തിയത് എന്നാണ് യദു പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ യദു INTUC അംഗമായി ചേർന്നിരുന്നു. INTUCയിൽ ആണ് ചേർന്നത്. INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ യദുവിന് അംഗത്വം നൽകി സ്വീകരിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടാവും എന്നും പുതിയ സർക്കാർ ജോലി നൽകുമെന്നുമാണ് പ്രതീക്ഷ എന്നാണ് യദു പറയുന്നത്. നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുകയെ തന്നെ ചെയ്യുമെന്നാണ് യദു കൂട്ടിച്ചേർത്തത്. തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രനുമായിട്ടുണ്ടായ വാക്കേറ്റത്തിന് പിന്നാലെ രജിസ്റ്റർ ചെയ്ത കേസിന് ശേഷമായിരുന്നു യദുവിനെ KSRTCയിൽ നിന്നും പുറത്താക്കിയത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 27-നാണ് ബസ് തടഞ്ഞ സംഭവം നടത്തുന്നത്. പാളയത്ത് വെച്ച് രാത്രി മേയറും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും അടക്കം സഞ്ചരിച്ച സ്വകാര്യ വാഹനം വെച്ച് KSRTC ബസ് തടയുകയും ഡ്രൈവറുമായി വാക്കുതർക്കം ഉണ്ടാവുകയുമായിരുന്നു. KSRTC ഡ്രൈവർ മോശമായി പെരുമാറി എന്ന മേയറുടെ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരുന്നു. യദു ഇപ്പോൾ ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പിൽ ജോലി ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. എന്തായാലും ഒരു പക്ഷേ ഈ ഒരു സർക്കാർ അധികാരത്തിലേറുമ്പോൾ KSRTCയിൽ സ്ത്രീകൾക്ക് ഫ്രീ ടിക്കറ്റ്, ഫ്രീ യാത്ര എന്നൊരു നിബന്ധനയുണ്ട്. എന്തായാലും ആ ഘട്ടം കൂടി നോക്കുകയാണെങ്കിൽ യദുവിനെ തിരികെ ജോലിയിൽ ഒക്കെ എടുത്തു എന്നുള്ള വാർത്ത കൂടി ആണ് ഈ UDF സർക്കാർ പ്രതികാരം തീർക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത വാർത്ത തന്നെയായിരിക്കും. എന്തായാലും ആ വാർത്ത വരുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇപ്പോൾ യദുവിന്റെ പ്രതികരണം കേൾക്കാം. ഞാൻ ഇതുവഴി പോയി ഭയങ്കര തിരക്കും ബഹളമൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് കയറിയതാണ്. എന്താണ് സംഭവം എന്നുള്ളത് നോക്കിയപ്പോഴത്തേക്ക് നേതാക്കളെല്ലാവരും ഉണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഓർമ്മപ്പെടുത്തിയിട്ട് പോവാന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി, ഭരണം വരുമ്പോഴത്തേക്ക് മറന്നു പോകല്ലേ എന്ന് പറയാൻ വേണ്ടിട്ട് തിരിച്ചു കയറണം എന്നുള്ളതാണ്. തിരിച്ചു കയറണം, ഒരു ദിവസം കയറണം. KSRTC കയറണമെന്നുണ്ട്. അത് മുടവമുകൾ വഴി ഒരു റൂട്ട് കിട്ടണമെങ്കിൽ അത് ഓടണമെന്നും ആഗ്രഹം. മുടവമുകൾ വഴി പഴയ മേയറിന്റെ ആ സ്ഥലം വഴി, അപ്പോൾ അത് ഓടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ അവരെ മുമ്പിൽ കൂടെ ഓടണം. ഒരു ദിവസം ഓടിയിട്ട് എഴുതി കൊടുത്തിട്ടായാലും ഇറങ്ങണം. അത് സ്ഥിര വരുമാനം. ബാലുശ്ശേരിയില് സൂരജല്ലേ ഇവിടെ ജയിച്ചു. സൂരജിനെ കാണണം, എനിക്ക് കാണണം. ഒരു സെക്കൻഡ് കൊടുക്കണം.